ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ഗേറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേമസ് അമേരിക്കൻ റൈറ്ററായ ഒ ഹെൻറിയുടെ എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ് എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. ഒ ഹെൻറി എന്നത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വില്യം സിഡ്നി പോട്ടർ എന്നാണ്. എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്നത് ഡെല്ല, ജിം എന്ന ദരിദ്ര ദമ്പതികളുടെ ഹൃദയസ്പർശിയായ കഥയാണ്. ഇനി നമുക്ക് കഥയുടെ സമ്മറിയിലേക്ക് കടക്കാം. ഈ കഥ ആരംഭിക്കുന്നത് ഒരു ക്രിസ്മസ് ഈവിൽ ഡെല്ല യങ് തൻ്റെ സമ്പാദ്യം എണ്ണുന്നതോടുകൂടിയാണ്. മാസങ്ങളോളം സൂക്ഷ്മമായി ചെലവുകൾ കുറച്ച് അവൾ ശേഖരിച്ചത് വെറും $1.87 ജിമ്മിനായി നല്ലൊരു ക്രിസ്മസ് സമ്മാനം വാങ്ങാൻ ഈ തുക മതിയാകില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ നിരാശപ്പെടുന്നു. ഡെല്ലയും ജിമ്മും കുറച്ച് സാധനങ്ങളുള്ള ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ജിം ആഴ്ചയ്ക്ക് $20 മാത്രമാണ് സമ്പാദിക്കുന്നത്. ജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടെ ആയിരുന്നെങ്കിലും അവരുടെ വീട്ടിൽ സമാധാനവും സ്നേഹവും പരസ്പര ബഹുമാനവും നിറഞ്ഞിരുന്നു. അവർക്കുള്ള ഏറ്റവും വിലപ്പെട്ട 2 വസ്തുക്കളിൽ അവർക്ക് വലിയ അഭിമാനമുണ്ടായിരുന്നു. ആദ്യത്തേത് ജിമ്മിൻ്റെ സ്വർണ്ണ വാച്ച്. അത് തലമുറകളിലൂടെ കൈവന്നതാണ്. രണ്ടാമത്തത് ഡെല്ലയുടെ നീളം കൂടിയ മുടിയാണ്. അത് അവളുടെ ഏറ്റവും വലിയ സൗന്ദര്യവും സമ്പത്തുമാണ്. ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങിക്കാൻ താൻ ശേഖരിച്ച തുക തികയാത്തതിനാൽ അഭിമാനത്തേക്കാൾ സ്നേഹമാണ് വലുതെന്ന് ഡെല്ല തീരുമാനിക്കുന്നു. അവൾ ഒരു മുടിക്കടയിൽ പോയി തൻ്റെ മുടി $20 വിൽക്കുന്നു. വിഷമം തോന്നിയെങ്കിലും ജിമ്മിന് സന്തോഷമുണ്ടാകുമെന്ന ചിന്ത അവളെ സന്തോഷിപ്പിക്കുന്നു. ലഭിച്ച പണത്തിൽ ഡെല്ല പല കടകളിലും തിരഞ്ഞ് ഒടുവിലൊരു സ്വർണ്ണ വാച്ച് ചെയിൻ കണ്ടെത്തുന്നു. അത് ലളിതവും മനോഹരവും ജിമ്മിൻ്റെ വാച്ചിനൊത്തതുമായിരുന്നു. അവൾ അത് വാങ്ങുന്നു. അവൾ തൻ്റെ തിരഞ്ഞെടുപ്പിൽ അഭിമാനം കൊള്ളുന്നു. വീട്ടിലെത്തിയ ശേഷം ഡെല്ലയ്ക്ക് ജിമ്മിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ആശങ്ക തോന്നുന്നു. അവൾ അവളുടെ ചെറുമുടി അലങ്കരിക്കാൻ ശ്രമിക്കുകയും ജിം തന്നെ ഇഷ്ടപ്പെടില്ല എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ തൻ്റെ സ്നേഹമാണ് ഏറ്റവും പ്രധാനമെന്ന് അവൾ സ്വയം ആശ്വസിപ്പിക്കുന്നു. ജിം വീട്ടിലെത്തുമ്പോൾ ഡെല്ലയുടെ മുറിച്ച മുടി കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. ആദ്യം ഒന്നും പറയാതെ അവൻ നിൽക്കുന്നു. ഡെല്ല എല്ലാം അവനോട് വിശദീകരിക്കുകയും തൻ്റെ സ്നേഹം മാറിയിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം ജിം ഡെല്ലയ്ക്ക് തൻ്റെ സമ്മാനം നൽകുന്നു. അതവൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന മനോഹരമായ ചീർപ്പുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ മുടിയില്ലാത്തതിനാൽ അവൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വിഷമമാകുന്നു. പിന്നീട് ഡെല്ല താൻ ജിമ്മിനായി വാങ്ങിച്ച വാച്ച് ചെയിൻ നൽകുന്നു. അപ്പോൾ ജിം അവളോട് പറയുന്നു ചീർപ്പുകൾ വാങ്ങാൻ വേണ്ടി അവൻ അവൻ്റെ സ്വർണ്ണ വാച്ച് വിറ്റുവെന്ന്. അങ്ങനെ 2 സമ്മാനങ്ങളും ഉപയോഗശൂന്യമാകുന്നു. എന്നാൽ അവരുടെ സ്നേഹം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. ഈ കഥയുടെ അവസാനത്തിൽ എഴുത്തുകാരൻ പറയുന്നു, പ്രായോഗികമായി അവർ ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചുവെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇവരാണ് ഏറ്റവും ബുദ്ധിമാന്മാർ. അവരുടെ ത്യാഗമാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ തെളിവ്. എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന ഈ സ്റ്റോറിയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് നിസ്വാർത്ഥ സ്നേഹവും ത്യാഗവുമാണ്. യഥാർത്ഥ സ്നേഹം പണമോ വസ്തുക്കളോ കൊണ്ടല്ല അളക്കപ്പെടുന്നതെന്നും മറിച്ച് പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനായി സ്വന്തം വിലപ്പെട്ട കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കാനുള്ള മനസ്സിലാണ് എന്നും കഥ പഠിപ്പിക്കുന്നു. ഡെല്ല തൻ്റെ മനോഹരമായ മുടി ജിമ്മിനായി വിൽക്കുന്നു. ജിം തൻ്റെ വിലപ്പെട്ട വാച്ച് ഡെല്ലയ്ക്കായി വിൽക്കുന്നു. സമ്മാനങ്ങൾ ഉപയോഗശൂന്യമായെങ്കിലും അവരുടെ പ്രവർത്തികൾ സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. പ്രായോഗിക ബുദ്ധിയിലല്ല, നിസ്വാർത്ഥമായ സ്നേഹത്തിലാണ് യഥാർത്ഥ ജ്ഞാനം ഉള്ളതെന്ന് ഒ ഹെൻറി നമ്മെ പഠിപ്പിക്കുന്നു.